ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് ചരിത്രത്തിൽ ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും ഉയർന്ന തുകയായ 12 കോടി രൂപ നേടിയിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ ഒരു സ്വകാര്യ ജ്വല്ലറിയിലെ സെയിൽസ്മാൻമാരാണ്. 2 ദിവസം മുൻപ് 6 പേർ ചേർന്ന് കൂട്ടായി എടുത്ത ലോട്ടറി ടിക്കറ്റിനാണ് ഇത്തവണ നറുക്ക് വീണിരിക്കുന്നത്. 12 കോടിയുടെ ഭാഗ്യവാൻ ആരാണെന്നറിയാൻ കേരളം കാത്തിരിക്കുകയായിരുന്നു. കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ഓണം ബമ്പർ നറുക്കെടുത്തു. ഒന്നാം സമ്മാനമായ 12 കോടി രൂപ ലഭിച്ചിരിക്കുന്നത് TM 160869 എന്ന ടിക്കറ്റിനാണ്. കരുനാഗപ്പള്ളിയിലെ 6 യുവാക്കളാണ് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി ചുങ്കത്ത് ജ്വല്ലറിയിലെ ജീവനക്കാരായ ഇവർ ജ്വല്ലറിക്ക് മുന്നിലെ ലോട്ടറി കടയിൽ നിന്നുമാണ് ഒരുമിച്ച് ടിക്കറ്റ് എടുത്തത്. റോണി, രാജീവ്, രഞ്ജി, വിവേക്, രതീഷ്, സുബിൻ എന്നിവരാണ് ആ ഭാഗ്യശാലികൾ. കായംകുളത്തെ ശ്രീമുരുക ലോട്ടറി ഏജന്റായ ശിവൻകുട്ടിയാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത്. ഒന്നാം സമ്മാനമായ 12 കോടിയിൽ നിന്നും 7.56 കോടി രൂപയാണ് സമ്മാനാർഹന് ലഭിക്കുക. ലോട്ടറി വിൽപ്പന ഏജൻസിക്കുള്ള കമ്മീഷനും ആദായ നികുതിയും കഴിച്ചുള്ള തുകയാണിത്. സമ്മാന തുകയുടെ 10% ഏജൻസി കമ്മീഷൻ. കമ്മീഷൻ കഴിച്ചുള്ള തുകയുടെ 30% ആദായ നികുതി. 12 കോടി സമ്മാന തുകയിൽ നിന്നും 1.20 കോടി രൂപ ഏജൻസി കമ്മീഷനായും 3.24 കോടി രൂപ നികുതിയായും കുറയും. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാന തുകയാണ് ഇത്തവണ തിരുവോണം ബമ്പറിലേത്. 10 പേർക്ക് 50 ലക്ഷം വീതമാണ് രണ്ടാം സമ്മാനം. മൂന്നാം സമ്മാനം 20 പേർക്ക് 10 ലക്ഷം രൂപയാണ്. മറ്റ് സീരീസുകളിൽ സമ്മാനാർഹമായ നമ്പറുള്ള ടിക്കറ്റ് എടുത്ത 10 പേർക്ക് സമാശ്വാസ സമ്മാനമായി 5 ലക്ഷം രൂപ വീതം ലഭിക്കും. ആദ്യമായാണ് ഇത്രയും വലിയ തുക താൻ വിറ്റതെന്ന് ലോട്ടറി ഏജന്റ് ശിവൻകുട്ടി പ്രതികരിച്ചു. ഉച്ചയ്ക്ക് 2:30 മന്ത്രി ജി സുധാകരനാണ് ഓണം ബമ്പർ നറുക്കെടുത്തത്. ഇക്കുറി 46 ലക്ഷം ലോട്ടറികളാണ് അച്ചടിച്ചിരുന്നത്. ഇതിൽ 43 ലക്ഷത്തിലധികം ലോട്ടറികൾ വിറ്റതോടെ തന്നെ 30 കോടിയോളം രൂപ സർക്കാരിന് ലാഭമായി ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.